നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ടപ്പ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ 3ാം ഷട്ടറും തുറന്നു. ഇടുക്കിയിലേക്കും പത്തനംതിട്ടയിലേക്കും താഴ്ന്ന പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ മഴ തുടരുന്നു. ജലനിരപ്പ് 137 അടിയായി. എൻഫോഴ്സ്മെന്റ് റെയ്ഡിൽ രാഷ്ട്രീയ തലയ്ക്ക് ബന്ധം. തിരുവനന്തപുരം, കോഴിക്കോട് ക്വാറി ഓപ്പറേറ്റർമാരുടെ ഓഫീസുകളിൽ ED റെയ്ഡ്. അളവിലെത്താത്ത സ്വത്ത് കൈമാറ്റം, വിദേശ ഇടപാടുകൾ അന്വേഷിക്കുന്നതായി റിപ്പോർട്ട്. PK കുഞ്ഞാലിക്കുട്ടിക്ക് വൻ തിരിച്ചടി. മുസ്ലിം ലീഗിൽ പടർന്നത് ഭിന്നത. ചില നേതാക്കളുടേത് പരസ്യ വിമർശനം. ഐക്യം നഷ്ടപ്പെടുന്നതിന്റെ വാശിയേറി. തലസ്ഥാനത്ത് അടിയന്തര ചർച്ച. തിരുവനന്തപുരം തമ്പാനൂരിൽ കാറിനുള്ളിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. ഹൃദയാഘാതം എന്ന സംശയം. പോലീസ് വിശദമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നു. ആലപ്പുഴയിൽ ബോട്ട് അപകടം, 2 മരണം. നാവിക പരിശീലനത്തിലെ ബോട്ട് മറിഞ്ഞു. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഒരാൾക്കായി തിരച്ചിൽ തുടരുന്നു. CPIM കോൺഗ്രസ് വാക്കുതർക്കം നിയമസഭയ്ക്ക് പുറത്ത്. എൻഫോഴ്സ്മെന്റ് റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ തമ്മിലടിയായി നേതാക്കൾ. പരസ്പരം ആക്ഷേപങ്ങൾ വഷളാവുന്നു. മൺസൂൺ വാഴക്കിളികൾ കുത്തിപ്പൊട്ടി. കോട്ടയത്തും ഇടുക്കിയിലും കൃഷിനാശം. 100 കണക്കിന് കർഷകർ ദുരിതത്തിലായി. സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം പ്രഖ്യാപിച്ചു. പാലക്കാട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ കാണാതായി. രാത്രി 10 മണിയോടെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തുപോയ യുവതി മടങ്ങിയെത്തിയില്ല. പോലീസ് അന്വേഷണം തുടങ്ങി. കാസർഗോഡ് സബിൻസ് കൊലപാതക കേസ്. പ്രതി കസ്റ്റഡിയിൽ. ചെറുപ്പകാല പകയെന്ന് പോലീസ് കണ്ടെത്തൽ. കുടുംബാംഗങ്ങളോട് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. KSRTC സർവീസ് 6 ജില്ലകളിൽ താൽക്കാലികമായി റദ്ദാക്കി. മഴക്കെടുതി കാരണം കോഴിക്കോട്, വയനാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, കാഞ്ഞിരപ്പള്ളി മേഖലകളിൽ സർവീസുകൾ നിർത്തി. പുത്തൻകാലത്ത് വഴിയിൽ കുഴഞ്ഞു വീണ വയോധികൻ മരിച്ചു. ആശുപത്രിയിലെത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗാർഹിക പീഡനത്തിന് ഇരയായ യുവതി പോലീസിനെ സമീപിച്ചു. കുറിപ്പ് ഹ്രസ്വമായി വൈറലാകുന്നു. കൊച്ചിയിൽ നടന്ന സംഭവം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി. സ്ത്രീ സുരക്ഷ വീണ്ടും ചോദ്യചിഹ്നം. ആരോഗ്യവകുപ്പിന്റെ ക്വാളിറ്റി പരിശോധന. 5 സ്വകാര്യ ലാബുകൾക്ക് നോട്ടീസ്. ഉയർന്ന നിരക്ക്, കൃത്യതക്കുറവ്, അനധികൃത പരിശോധനാ രീതികളടക്കം കുറ്റാരോപണങ്ങൾ. ഇന്ധനവിലയിൽ മാറ്റമില്ല. ജൂൺ അവസാനവും പഴയ നിരക്കുകൾ തുടരും. സർവ്വജന പ്രതീക്ഷയ്ക്കെതിരെ ഇന്ധന കമ്പനികളുടെ നിലപാട്. ഉപഭോക്താക്കൾക്ക് ആശ്വാസമില്ല. എറണാകുളം നഗരത്തിൽ ട്രാഫിക് നിയന്ത്രണങ്ങൾ ശക്തം. 2 വാഹനങ്ങൾ പിടിച്ചു. നിലവിലെ വാഹന പരിശോധനയോട് സഹകരിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. തിരക്കുള്ള സമയങ്ങളിൽ വഴിമാറി യാത്ര ചെയ്യാൻ നിർദ്ദേശം. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.